ഹായ് ക്രിയേറ്റേഴ്സ്. തൊട്ട് മുമ്പെയുള്ള വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനി മുതൽ നമുക്ക് ഒരു വീഡിയോക്ക് താഴെ കമന്റിന് റിപ്ലൈ വോയിസ് ആയിട്ട് കൊടുക്കാമെന്നുള്ളത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് റിപ്ലൈ കൊടുക്കുന്ന പോലെ, നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുന്ന പോലെ, അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ നമ്മൾ വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ. ആ ഒരു ഓപ്ഷൻ ഇനി മുതൽ യൂട്യൂബിലും വരികയാണ് എന്നുള്ളത് നമ്മളത് എക്സാമ്പിൾ സഹിതം പേളിയമാണി അവരുടെ ഒരു വ്യൂവർക്ക് കൊടുത്ത ഒരു വോയിസ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ട ശേഷം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതെങ്ങനെയാണ് റൺ ആവുക, അതുപോലെ ഇത് എപ്പോൾ നമുക്ക് ലഭിക്കും, നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളതൊക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ ഇന്ന് മറുപടി പറയുന്നത്. അതിനോടുകൂടെ യൂട്യൂബ് ഇത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്, ഇത് ഇനി മുതൽ എല്ലാവരിലേക്കും ഇത് എത്തുന്നതാണ് എന്നുള്ളത്. ആ ഒരു സന്തോഷ വാർത്തയെ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. യൂട്യൂബ് ഉടൻ ഈ ഒരു ഫീച്ചർ എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് പീരിയഡ് ആണെന്ന് പറയാം, കുറച്ച് പേർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ, ഈ ഒരു ഓപ്ഷൻ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്, രണ്ടാമത് ഇത് എപ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളത്. അതായത് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള യൂട്യൂബ് ആപ്പും യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് ആപ്പിലാണോ നമുക്ക് അപ്ഡേറ്റ് വരുന്നത് അത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു ലേറ്റസ്റ്റ് ഫീച്ചർ നമ്മളെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിലാണെങ്കിൽ പ്ലേ സ്റ്റോർ, അതല്ലെങ്കിൽ iOS ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പൊ ആ യൂസ് ചെയ്യാമെന്നുള്ള ഡെമോ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അങ്ങനെ വന്നിട്ടില്ല, ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടില്ല. പക്ഷെ ടെൻഷൻ ആവേണ്ട, എല്ലാവരിലേക്കും ഇത് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഉടൻ എല്ലാവരിലേക്കും എത്തും എന്നുള്ളത്. അതും അവർ ഇമെയിലായിട്ടും നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മളെ അറിയിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം യൂട്യൂബ് ആപ്പും യൂട്യൂബ് സ്റ്റുഡിയോയും അപ്ഡേറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമന്റ് സെക്ഷൻ എടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഭാഗം എടുത്തിട്ട് കമന്റ് സെക്ഷൻ എടുക്കുക. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് ആപ്പ് വഴി വീഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കമന്റ് സെക്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ഏതൊക്കെയാണ് ആ രീതിയിലും ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കമന്റുകൾ അവിടെ കാണാൻ കഴിയും. അപ്പൊ അതിന് ഏത് കമന്റിനാണോ നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത് ആ ഒരു കമന്റ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു റിപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പുതിയ ഫീച്ചർ വന്നിട്ടുണ്ടാവുക. അതായത് ഇതുവരെ നമ്മൾ കണ്ട പോലെ ആവില്ല, അവിടെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള പുതിയൊരു ഐക്കൺ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അപ്ഡേറ്റ് ഉടൻ ആളുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ വന്നോളും. വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഏത് ആപ്പ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന അതേപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്ത ശേഷം നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോയി ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷനും കാണാം. അപ്പൊ നമ്മുടെ വോയിസ് കമന്റ് അവിടെ റിപ്ലൈ ആയിട്ട് ആഡ് ആകുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു കമന്റ് അങ്ങനെ ആഡ് ആയി കഴിഞ്ഞാൽ അത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് അവിടെ കാണാം. കാരണം ആ ഒരു കമന്റിന് റിപ്ലൈ നമുക്ക് വാട്സപ്പിലൊക്കെ വോയിസ് പോയ പോലെ തന്നെ ആ ഒരു ചിഹ്നത്തിൽ തന്നെ ഒരു വോയിസ് ആയിട്ടുള്ള കമന്റ് ആണെന്ന് കാണാം. അതുപോലെ സാധാരണ നമ്മുടെ മറ്റു വ്യൂവേഴ്സിന് എങ്ങനെയാണോ അതിന് റിയാക്ട് ചെയ്യാൻ കഴിയുക, ഇതിന് മുന്നേ ടെക്സ്റ്റ് ആയിട്ടും കാര്യങ്ങളായിട്ട് അതേപോലെ അതേ ഓപ്ഷനൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ വോയിസിന് അവർക്ക് സാധാരണ രീതിയിൽ റിപ്ലൈ ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ ഈ രീതിയിലാണ് ഇപ്പൊ ഈ ഒരു അപ്ഡേറ്റ് അവര് ഫീച്ചർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക.
അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.